തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് പിടികൂടിയ പുലി ചത്തു. വനംവകുപ്പ് 2 ഡോസ് മയക്കുവെടി വെച്ചാണ് ഇന്നലെ പുലിയെ പിടികൂടിയത്. നെയ്യാർ വന്യജീവി പരിപാലന കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലിരുന്ന പുലിയാണ് ചത്തത്. വിനീഷ് ചേരുന്നു. വിനീഷ്, തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് പിടികൂടിയ പുലി ചത്തു. എന്ത് കാരണം കൊണ്ടാണിത് ചത്തത്? ഈ 2 ഡോസ് മയക്കുവെടിയാണോ ഇതിനെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചത്? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഡോക്ടർമാരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അവർ വ്യക്തമാക്കുന്നത് ഒരു പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി പുലി ചത്ത നിലയിൽ പുലിയെ കണ്ടെത്തി. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് പുലിയെ ഇത്തരത്തിൽ പിടികൂടുന്നത്. മയക്കുവെടി വെച്ച് 2 ഡോസ് മയക്കുവെടി വെച്ചായിരുന്നു പുലിയെ പിടികൂടുന്നത്. പിടികൂടിയതിനു ശേഷം നെയ്യാർ ഡാമിലെ തന്നെ വന്യജീവി പരിപാലന കേന്ദ്രത്തിലേക്ക് ഈ പുലിയെ മാറ്റുന്ന സാഹചര്യമുണ്ടായി. അവിടെ ആരോഗ്യസ്ഥിതികൾ വിലയിരുത്തും എന്നായിരുന്നു വൈൽഡ് ലൈഫ് വാർഡൻ ആദ്യഘട്ടത്തിൽ നമ്മളെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ വൈൽഡ് ലൈഫ് വാർഡനോ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ ഇതുവരെയും പുറത്തുവിട്ടില്ല. വൈകുന്നേരം 3 മണിയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുന്നു. ഇന്നലെ പിടികൂടിയ പുലി മരിച്ച നിലയിൽ രാവിലെ കണ്ടെത്തുകയായിരുന്നു എന്നായിരുന്നു ആ പത്രക്കുറിപ്പിൽ, വനം വകുപ്പിൻ്റെ പത്രക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് പുലി മരണപ്പെട്ടത് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആ കുറിപ്പിൽ ഇല്ല എന്നതാണ്, പത്രക്കുറിപ്പിൽ ഇല്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു പുലി ചത്തതിൽ ദുരൂഹത ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ പുലിയെ വെടിവെച്ചതിലുള്ള ഡോസ് മരുന്ന് കൂടിപ്പോയതാണോ ഇത്തരത്തിലുണ്ടായ ഒരു പ്രശ്നം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ രാവിലെ ചത്ത പുലിയുടെ വാർത്ത അത് പുറം ലോകത്തേക്ക് എത്താതെ വൈകുന്നേരത്തോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമാണ് ഇതുമായി സംബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലും വനം വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നതിലാണ് ഏറ്റവും വലിയ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഈ പുലിക്ക് നൽകിയ ഡോസുകളുടെ എണ്ണം കൂടിയതാണോ പുലി ചാകാനുണ്ടായ കാരണം എന്നതാണ് ഇനി സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഔദ്യോഗികമായ ഒരു വിശദീകരണം, എന്താണ് ഈ മരണകാരണം എന്ന് സംബന്ധിച്ചുള്ള പുലിയുടെ മരണകാരണം എന്ന് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വനം വകുപ്പ് തന്നെ നൽകേണ്ടതുണ്ട്. എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടത്തിനായി പുലിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് ആ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിനപ്പുറം മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ഉദ്യോഗസ്ഥർ ഇതുവരെയും വിട്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.